പുറപ്പാട് അധ്യായം 26. വിശുദ്ധതയിലേക്കുള്ള വഴി. പ്രിയരെ, പുറപ്പാട് 26 അധ്യായം ദൈവം തൻ്റെ സന്നിധി വസിക്കുന്ന കൂടാരത്തിൻ്റെ രൂപരേഖ വിശദമായി വെളിപ്പെടുത്തുന്നു. നീല, പർപ്പിൾ, ചുവപ്പ് നൂൽ, നന്നായി നെയ്ത തിരശീലകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അലക്ഷ്യമായി സമീപിക്കാനാവാത്തത് ആണെന്ന് പഠിപ്പിക്കുന്നു. കൂടാരത്തിനുള്ളിൽ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും വേർതിരിക്കുന്ന തിരശീലയുണ്ടായിരുന്നു. ഇത് ദൈവവും മനുഷ്യനും തമ്മിൽ പാപം മൂലമുള്ള അകലം സൂചിപ്പിക്കുന്നു. പെട്ടകത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന കൃപാസനം ഉള്ള അതിവിശുദ്ധ സ്ഥലം ദൈവസന്നിധിയുടെ കേന്ദ്രമായിരുന്നു. കൂടാരത്തിൻ്റെ തൂണുകളും പാളികളും ഒന്നിച്ചു ചേർത്ത് നിൽക്കുന്നത് പോലെ വിശ്വാസികളും ഒരുമിച്ച് ചേർന്നാൽ ദൈവത്തിൻ്റെ ആലയം ആകുന്നു. പ്രിയരെ, പുറപ്പാട് 26 നമ്മോട് പറയുന്നത് ഇതാണ്: ദൈവസന്നിധി വിശുദ്ധമാണ്. അവിടേക്ക് കടക്കാൻ ദൈവം തന്ന വഴിയുണ്ട്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തോടെ തിരശീല മുകളിൽ നിന്ന് താഴേക്ക് കീറി. ഇനി ദൈവസന്നിധിയിലേക്കുള്ള വഴി എല്ലാവർക്കും തുറന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതം വിശുദ്ധമായ ഒരു കൂടാരമായി മാറട്ടെ. നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.